പുത്തൻ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ തിരിച്ചറിയുകയാണ് ഹിദയത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ ഇടവനക്കാട്. IT എനേബിൾഡ് എഡ്യൂക്കേഷൻ, കൂടുതൽ മൾട്ടിമീഡിയ സൗകര്യങ്ങൾ, ഇന്റർനെറ്റ് എന്നിവയുടെ പഠനത്തിന്റെ സാധ്യതകൾ തുറന്നിടുന്ന ഹിദയത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. നാടിനും നാട്ടുകാർക്കും വെളിച്ചം പകരുന്ന ഈ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത് 1920കളിലാണ്. 1949 ഇർഷാദുൽ മുസ്ലിം സഭ ഇത് ഏറ്റെടുത്തതുവഴി ദ്രുത പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നായ ഇവിടെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും മത്സ്യബന്ധന മേഖലയിൽ നിന്നും കർഷക തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നും എത്തുന്നവരാണ്. എങ്കിൽ കൂടി പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സർ, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വൈപ്പിൻകരയിൽ സുനാമി ബാധിച്ചത്, സുനാമി അടിക്കുകയും ഞങ്ങളുടെ ഭാഗത്ത് 5 വ്യക്തികളെ, അതായത് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എടവനക്കാട് വില്ലേജിലാണ്, 5 വ്യക്തികൾ സുനാമിയിൽ മരിക്കുകയുണ്ടായി. അവിടെ ആ ഭാഗത്ത് ക്രിസ്മസിൻ്റെ അവധിയായിരുന്നു. ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവനായിട്ട് അവിടെ വന്ന് സർക്കാർ തലത്തിൽ വന്നിട്ട് സുനാമി പേടിച്ച് അവിടെ നീക്കം ചെയ്തു. ഞങ്ങളുടെ സ്കൂളിലായിരുന്നു ഏറ്റവും വലിയ ക്യാമ്പ്. അന്ന് അവിടെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളുമൊക്കെ അതിൽ സജീവമായിട്ട് പങ്കെടുത്തു. അപ്പോൾ അതിലൊരു മികവാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന സമൂഹത്തിനുള്ള നേട്ടങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമത്തത് അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ ശുചിത്വവും പോഷകാഹാരവും, ഈ 3 മേഖലകളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി അക്ബർ സർ. ഈ അബ്ദുൽ നസീർ മാഷെ, അവിടെ ഈ മദ്രസ പഠനവും അതുപോലെ തന്നെ സ്കൂൾ പഠനവും അത് എങ്ങനെയാണ് അത് സമയം ക്രമീകരിച്ചു കൊണ്ടുപോകുന്നത്? മദ്രസ പഠനം രാവിലെ 7 മണിക്കാണ് തുടങ്ങുന്നത്. മദ്രസ പഠനം അത് സ്കൂളിനോട് ചേർന്ന് തന്നെ ഉണ്ടോ? അതേ സ്കൂളിൻ്റെ അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് മദ്രസ പഠനം തുടങ്ങുന്നത്. 8:30 മണി വരെ ഉണ്ടാവും. അപ്പോൾ പിന്നെ വിഷമമൊന്നുമില്ല? ഇല്ലല്ല, സമയം അത് ക്രമീകരണം ഇർഷാദ് മുസ്ലിമീൻ സഭ സ്ഥാപിതമായത്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ ദീനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഒരു സഭയാണത്. അതിനുശേഷമാണ് പിന്നീട് ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നത്. അപ്പം അതിന് ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നതോടൊപ്പം തന്നെ ഈ ആത്മീയ വിദ്യാഭ്യാസത്തിനോട് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. തീർച്ചയായും ഈ അറബിക് വിദ്യാഭ്യാസം പോലെ സംസ്കൃതം ഇതൊക്കെ പഠിപ്പിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ. അറബി, ഉറുദു ഉണ്ട്. നമ്മുടെ സ്കൂളിലെ പോഷകാഹാരം ഒന്നും കഴിക്കുന്നില്ല അഞ്ജിത? ഞാൻ കഴിക്കുന്നില്ല. ഇല്ല, അതെന്താ കഴിക്കാത്തത്? നല്ല രസമല്ലേ എല്ലാ കുട്ടികളും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത്? അത് അങ്ങനെയാണ്, പക്ഷെ ഞാൻ കഴിക്കാറില്ല. ഞാൻ ചോദിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരണത്. അതെന്താ? അപ്പൊ സ്കൂളിലെ പോഷകാഹാരം ഇല്ലേ? സ്കൂളിലെ പോഷകാഹാരം ഉണ്ട്. അത്രയും പോഷകം വേണ്ടേ അഞ്ജിതയ്ക്ക്? വേണം, പക്ഷെ വീട്ടിലാണോ കൂടുതൽ പോഷകം? ഇല്ല, സ്കൂളിലും നല്ല പോഷകം ഉണ്ട്. തുല്യമാണ്. കൃത്യം, ഒരു വ്യത്യാസവും ഇല്ല. അല്ല, എങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിനായിരിക്കും രുചി കൂടുതൽ, അതുകൊണ്ടായിരിക്കും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. നമ്മുടെ അമ്മ വെക്കുന്നതിനാണ് രുചി കൂടുതൽ. അപ്പൊ സ്കൂളിലെ ഭക്ഷണത്തിന് രുചി കുറവാണ്? അയ്യോ, അങ്ങനല്ല. ഹെഡ് മാഷും ടീച്ചർമാരും ഒക്കെ വെച്ചിരുന്ന ഭക്ഷണത്തിന് രുചി കുറവാണ്, അല്ലെങ്കിൽ പോഷകം കുറവാണ്, അല്ലെങ്കിൽ വീട്ടിലതിന് കൂടുതലാണ്? അല്ല, രണ്ടും കൂടുതലാണ്. പോഷകവും കൂടുതലാണ്, രുചിയും കൂടുതലാണ്. വീട്ടിൽ കിട്ടുന്നതിനും കൂടുതലാണ്, സ്കൂളിൽ കിട്ടുന്നതിനും കൂടുതലാണ്. താങ്ങാൻ വയ്യ, രണ്ടും കൂടെ താങ്ങാൻ വയ്യ. അല്ല, ഞാൻ ഇടയ്ക്കെല്ലാം കഴിക്കാറുണ്ട്, ഉച്ചയ്ക്ക് ഇടയ്ക്കെല്ലാം കഴിക്കാറുണ്ട്. എന്നാലും നല്ല രസമല്ലേ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത്? എന്താണ് മാഷേ, അത് 38% കുട്ടികൾക്ക് മാത്രമേ പോഷകാഹാരം കൊടുക്കുന്നുള്ളൂ, അതെന്താണ്? നോൺ ഫീഡിങ്ങിന് പേര് തന്നിരിക്കുന്ന കുട്ടികൾ അത്രയേ ഉള്ളൂ, 38%. 775ഓളം കുട്ടികൾ നോൺ ഫീഡിങ് പേര് തന്നിട്ടുണ്ട്.
സർക്കാരിന്റെ നിയമം തന്നെ അങ്ങനെയാണല്ലോ, ആവശ്യമുള്ള കുട്ടികൾക്ക് നിയമം അതെ, പക്ഷേ എങ്കിലും പല സ്കൂളുകളിലും മുഴുവൻ കുട്ടികൾക്കും കൊടുക്കാറുണ്ട്. ഇപ്പൊ 8ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ അല്ല, ആവശ്യമുള്ള കുട്ടികൾക്ക് ആവശ്യം ആർക്ക് ഇപ്പൊ 10ാം ക്ലാസ് വരെ കുട്ടികൾക്ക് ഭക്ഷണം വേണമെങ്കിൽ അവർ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പല കുട്ടികളും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികളുണ്ട്. ഉച്ചക്കഞ്ഞ ആവശ്യമുള്ള കുട്ടികൾക്ക് അത് കൊടുക്കും. അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞാൽ മുഴുവൻ കുട്ടികൾക്കുള്ള 2 മീനിയൽസിന് 2 കുക്കിനാണ് നമുക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ 500 കുട്ടികൾ കൂടുതലായി കഴിഞ്ഞാൽ അതിൽ എത്ര കൂടിക്കഴിഞ്ഞാലും ഈ 2 കുക്കിനെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ കുട്ടികൾ കൂടിക്കഴിയുമ്പോൾ ഇത് ആവശ്യമില്ലാത്തവരും കൂടി ഇത് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ഭക്ഷണം പാചകം ചെയ്യുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് തീരും. ചിലപ്പോൾ അത് വൃത്തിയായിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സൂരജിന് സുരേഷ് ഗോപിയെ ഇഷ്ടമാണോ? സുരേഷ് ഗോപിയെ ഇഷ്ടമാണ്, ഇഷ്ടമില്ലായ്മയില്ല. ആണോ? ആർക്കെങ്കിലും സുരേഷ് ഗോപിയെ ഇഷ്ടമുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ഇഷ്ടം? എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല ആക്ഷൻ ഹീറോട് ഞാൻ ചെറുപ്പത്തില് ഭയങ്കര ആരാധനയാണ് ആണല്ലോ, എനിക്കിപ്പോഴും ആരാധനയാണ്. ഫിലിമും കാണും. ആണോ? അപ്പൊ ഈ സുരേഷ് ഗോപി ചില സിനിമയിലൊക്കെ സമൂഹത്തെ പറ്റി പറയുന്ന ഒരു ഡയലോഗ് പറയാൻ പറ്റും? ടൈഗറിൽ ഞങ്ങളുടെ വൈപ്പിൻകാരനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞു. അതിൽ സ്മാർട്ട് സിറ്റി പോലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ വൈപ്പിൻകരയെ പോലുള്ള ഒരു ദ്വീപ് അവിടെ കുടിവെള്ളം പോലും ഇല്ലാത്ത ജനങ്ങൾ വഴിയുന്നത് എന്നൊരു നല്ലൊരു ആക്ഷൻ. ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ സുരേഷ് ഗോപി? ആ ഡയലോഗ് അടിപൊളി ഡയലോഗാണ്. കേൾക്കാൻ വേണ്ടിയല്ലേ ചോദിക്കുന്നത്? നല്ല ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. അതല്ലേ ഞാൻ ചോദിക്കുന്നത്. പറയൂല? അതെന്തു പറ്റി? പറയാൻ മേലാത്ത വല്ല ഡയലോഗാണായിരുന്നു അത്? കളിയാക്കരുത്. ഇല്ല, ഞാൻ സുരേഷ് ഗോപിയുടെ ഒരു ആരാധികയാണ്, കളിയാക്കത്തേ ഇല്ല. 4 നേരം വെട്ടുവിഴിഞ്ഞ് ആസനത്തിന് വാൽമുഴച്ച് നിൽക്കുന്ന നിന്നെ പറയില്ല. ഞാൻ ചോദിച്ചതേ, നിങ്ങൾ സമൂഹത്തിന് ഒത്തിരി നേട്ടങ്ങൾ തന്നിട്ടുള്ള ഒരു സ്കൂളാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും സുരേഷ് ഗോപി, മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞവർ ഈ സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ എങ്ങനെയാണ് കാണുക? അവരൊക്കെ നല്ല പോലീസ് ഉദ്യോഗസ്ഥരായിട്ട്, നല്ല കളക്ടേഴ്സായിട്ട്, നല്ല അഭിഭാഷകരായിട്ടൊക്കെയാണ് സമൂഹത്തിന് നീതിക്ക് വേണ്ടി പൊരുന്നതായിട്ട് കാണിക്കാറുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴല്ലേ സിനിമ ഹിറ്റായിട്ട് ഇങ്ങനെയൊക്കെ ഡയലോഗ് കാണാതെ പഠിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ എഴുതിയേക്കുന്ന നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ എഴുത്തുകാർ, ചിന്തകർ ഉണ്ട്, പിന്നെ ഭരണാധികാരികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഗവേഷകരുണ്ട്, പ്രൊഫഷണലുകളുണ്ട് എന്നൊക്കെ എഴുതിയേക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾ സമൂഹത്തിന് നിങ്ങളുടെ സ്കൂൾ കൊണ്ട് സമൂഹത്തിനുണ്ടായ നേട്ടങ്ങളെന്ന്. ഇവരിൽ എത്ര പേരെ നിങ്ങൾക്കറിയാം? കുറെ പേരറിയാം. ചരിത്രകാരൻ PK ബാലകൃഷ്ണൻ, പിന്നെ സമൂഹത്തിലുള്ളവരാണെങ്കിൽ MLA MK പുരുഷോത്തമൻ, പിന്നെ മുൻ മന്ത്രി ശ്രീ MK കൃഷ്ണൻ, അതുപോലെ ഈ മറ്റു മേഖലകളിലുള്ള സാഹിത്യ രംഗത്തുള്ളവര് ഡോക്ടർ NA കരീം, ഡോക്ടർ CK കരീം, അങ്ങനെ കുറെ പൂർവ്വ വിദ്യാർത്ഥികളെ അറിയാം. പിന്നെ സിനിമാ രംഗത്തും ഉണ്ട്. സിനിമാ രംഗത്ത് ആരാണുള്ളത്? ശ്രീ സിദ്ദിഖ്, പിന്നെ അദ്ദേഹത്തിന്റെ ചേട്ടൻ സിദ്ദിഖ്, പിന്നെ പിന്നണി ഗായിക രൂപ ചേച്ചി, അങ്ങനെ കുറെ പൂർവ്വ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സ്കൂളിൽ വരാറുണ്ട് ഇപ്പോഴും. പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ നിങ്ങളുടെ സ്കൂളിൽ വരാറുണ്ടോ? ഉണ്ട്. ഹെഡ് മാസ്റ്റർ നാസർ മാഷെ, 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലം അവിടെ 336 കുട്ടികളുണ്ടായിരുന്നു. ഈ വർഷം 10ാം ക്ലാസ്സിൽ 300 പേരേ ഉള്ളൂ. അപ്പോൾ ഒരു 12% കുട്ടികൾ അവർ തോറ്റതാണോ അതോ TC വാങ്ങിച്ച് പോയതാണോ? എന്താ സംഭവിച്ചത്? തോറ്റത് D+ ആണല്ലോ ഇപ്പൊ നമ്മുടെ മാനദണ്ഡം. D+ കിട്ടിയ കുട്ടികളിൽ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ ആ കുട്ടികൾക്ക് കർശനമായിട്ട് D+ കിട്ടാതിരുന്ന കുട്ടികളാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ സാധാരണഗതിയിൽ തോക്കുന്നതായിട്ട് കണക്കാക്കുന്നത്. അതിൽ നമ്മളൊരു കൃത്രിമം നടത്താറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം SLC പരീക്ഷ എഴുതിയതിൽ 260 കുട്ടികൾ SLC പരീക്ഷ എഴുതിയപ്പോൾ ഒരു കുട്ടിയാണ് തോറ്റത്. 6 A+ ഫുൾ A+. പക്ഷേ അയാള് 10ൽ തോക്കുന്നതിന് വരെ 9ൽ തോറ്റു. അല്ല, അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് 10ാം ക്ലാസ്സിൽ ഒരു കൊല്ലം അവിടെ അതേസമയത്ത് 10ാം ക്ലാസ്സിൽ വരുമ്പോൾ തോക്കുകയാണെങ്കിൽ അവൻ അതോടുകൂടി പഠിത്തം നിർത്തും. ഇതിപ്പോ 9ാം ക്ലാസ്സിലാവുമ്പോൾ 10ൽ തോറ്റു എന്ന് വെച്ചാൽ ആരാ കേരളത്തിൽ പഠിത്തം നിർത്തുന്നത്? എല്ലാവരും അത് കഴിഞ്ഞ് പരീക്ഷ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം എഴുതും, പ്രൈവറ്റായിട്ട് പഠിക്കും ഇല്ലേ? അങ്ങനെ 9ാം ക്ലാസ്സിൽ നമ്മൾ ഒരു 12% കുട്ടികളെ തോൽപ്പിച്ചിട്ട് 10ൽ 100% വിജയമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. പിന്നെ വിവിധ 8ാം ക്ലാസ്സിൽ പല സ്കൂളുകളിൽ നിന്നും വരുന്ന ധാരാളം കുട്ടികൾ, പല പള്ളിക്കൂടങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അത് 8ല്. അപ്പൊ അതില് നമ്മളൊരു സ്ക്രീനിങ് ഒന്നും നടത്താറില്ല. 8ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ സ്ക്രീനിങ് നടത്തിയെടുക്കാറില്ല. അല്ല, ഈ 10ാം ക്ലാസ്സിൽ 100% വിജയത്തിന്റെ
ആ ഒരു മഹത്വം ഒരിക്കലും മഹത്വമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ മുഴുവൻ കുട്ടികളെയും ഇവിടെ പാസ്സാക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതില് ചില രക്ഷകർത്താക്കൾ തന്നെ പറയും കുട്ടികൾ പഠിത്തത്തിൽ കുറച്ച് മികവ് കുറവുണ്ട്, അവൻ ഒരു കൊല്ലം കൂടി ഇരുത്തണം എന്നൊക്കെ ചില രക്ഷകർത്താക്കൾ പറയും. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ചില കുട്ടികൾ അതാണ് അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാ ശ്രമങ്ങളും നേരത്തെയുള്ള ക്ലാസ്സുകൾ മുതൽ തന്നെ അത് വരണം. എന്നാലേ 10ാം ക്ലാസ്സിൽ എല്ലാവരും ജയിക്കുന്നതിന്റെ ഒരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാലും ഇത്രയും അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇതിനകത്ത് മേധാ പാട്കർ വന്ന് കുറെ സംസാരിച്ചിട്ടൊക്കെ പോയി. ആരാണ് ഈ മേധാ പാട്കർ? G2 സ്പെക്ട്രവും അതുപോലെ എന്താണ് കോമൺവെൽത്ത് അഴിമതിയൊക്കെ എതിരെ ശബ്ദിക്കുന്ന ഒരാളാണോ? അങ്ങനെ എന്താണ് ഈ മേധാ പാട്കറിന്റെ പ്രധാന പണി അതൊക്കെയാണോ? മേധയുടെ കാണിച്ചില്ലേ, അതൊക്കെ സംസാരിക്കുന്നത് കേട്ടു ഹിന്ദിയിൽ. ആരാ പറയാ മേധാ പാട്കറിന്റെ നാമം എങ്ങനെയാണ്? മേധാ പാട്കർ ഒരു പരിസ്ഥിതിവാദിയാണ്. അവര് വാദിയാണെന്നേ ഉള്ളൂ, പരിസ്ഥിതിവാദിയാണെന്നേ ഉള്ളൂ. അങ്ങനെയാണോ പറയാ? അവരെ പ്രവർത്തകയാണ്. എന്നിട്ട് അവര് നർമ്മദ നദീതീരത്ത് ഒരു അണക്കെട്ട് നിർമ്മിച്ചപ്പോ നിർമ്മിക്കാൻ പോയപ്പോ അതിനെതിരെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നൊരു നയിച്ചു. ഈ നർമ്മദ അണക്കെട്ടൊന്നും നിർമ്മിച്ചില്ലേ? അതോ അവർ തടഞ്ഞു വെച്ചോ? എല്ലാം സമരം കൊണ്ട് തടയപ്പെട്ടോ? അതിനെപ്പറ്റി അറിയോ? ആർക്കാ അറിയാം? കൃത്യമായിട്ട് പറയാം. നർമ്മദ ബച്ചാവോ ആന്തോളനം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് നർമ്മദയിൽ അണക്കെട്ടൊന്നും വന്നില്ലേ? ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അണക്കെട്ട്? അതിനെപ്പറ്റി അറിയാവോ? ഗുജറാത്തിലാണ്. നർമ്മദ ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത്? എന്നിട്ട് ഗുജറാത്ത്, പിന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? മധ്യപ്രദേശ്, പിന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗുജറാത്തിലേക്ക് 3 സംസ്ഥാനങ്ങൾ. ഈ ഏതോ ആദിവാസി ആൾക്കാരെയൊക്കെയാണ് കൂടുതൽ ബാധിക്കുക. അതിൽ ഏത് ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്നുള്ളത് അറിയാം? ഇല്ല, അതിനെപ്പറ്റി കേട്ടിട്ടില്ല. അത് നർമ്മദ ഇപ്പോൾ നിങ്ങൾ ഈ മേധയെ അവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതാണ് ജയറാം രമേശ് വന്നു, അത് പറഞ്ഞ് മേധാ പാട്കർ വന്നു. അപ്പോഴേ മേധാ പാട്കർ ആരാണെന്നും അവരുടെ ഒരു പശ്ചാത്തലം എന്താണെന്നും അവരെന്തിനൊക്കെതിരെയാണ് പോരാടിയതെന്നും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നും ഇതെല്ലാം വളരെ വിശദമായിട്ടുള്ളൊരു പഠനവും കൂടി ഇതിന് കൂടെ നടത്തണം. അതല്ലാതെ വെറുതെ മേധയുടെ വേഷം കെട്ടി ഒരാൾ സംസാരിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. അപ്പോൾ ആ കാര്യത്തിലേക്ക് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകണം. ഇനിയും ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. പ്രത്യേകിച്ച് അറബ് പഠനം ഇവിടെ വളരെ കാര്യമായിട്ട് നടക്കുന്നത് കൊണ്ട് കുട്ടികളോടാണ്, ആർക്കും വേണമെങ്കിലും പറയാം. ഒരു അറബ് ഗണിതകാരൻ്റെ പേര് പറയാമോ? വളരെ പ്രസിദ്ധനായിട്ടുള്ള ഏതെങ്കിലും. അത് ആളുടെ പേരല്ലല്ലോ. ഇത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം മുതൽ പല പാഠങ്ങളിലായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് ആവർത്തിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അല്ല, പലരെയും ആവർത്തിക്കുന്നുണ്ട്. ഒരു പേര് വളരെയധികം ആവർത്തിക്കുന്നുണ്ട്. അൽജാബർ, ആൽജിബ്ര എന്നുള്ള പദം വന്ന അത് അതെ പുസ്തകത്തിൻ്റെ പേരിൻ്റെ ഒരു ഭാഗമാണ്. അത് ആരാ എഴുതിയതെന്നാണ്. അൽജാബർ വാ മുഖാബല എന്ന് പറയുന്നത് ആ പുസ്തകത്തിൻ്റെ പേരാണ്. അൽഖ്വാരിസ്മി. അൽഖ്വാരിസ്മി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? അറബ് പഠിക്കുന്ന ആരെങ്കിലും പറയാമോ? അൽഖ്വാരിസ്മി എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഖുരേഷം എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നുള്ള ആൾ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന പോലെ അതിനർത്ഥമുള്ളൂ. അപ്പോൾ അൽഖ്വാരിസ്മി അദ്ദേഹത്തിൻ്റെ പേരല്ല അല്ലേ? വയലാർ രാമവർമ്മ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, കടമനിട്ട രാമകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഖ്വാരിസത്തിൽ നിന്നുള്ള ആൾ. യഥാർത്ഥ പേര് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം? ഇല്ല. പാഠപുസ്തകം ഒന്നുകൂടി വായിക്കും കേട്ടോ. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ ഉണ്ട് ബീജഗണിതം പറയുന്ന സ്ഥലത്തെ മിക്കവാറും സ്ഥലങ്ങളിൽ. അതുകൊണ്ടാണ് പാഠപുസ്തകം നല്ലോണം വായിക്കണം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു എന്നിരിക്കില്ല, സമയം കിട്ടിയില്ല എന്നിരിക്കും പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വയം വായിച്ചെടുക്കണം. മലയാളമൊക്കെ വായിക്കണില്ലേ? അതുപോലെ കണക്കും ശാസ്ത്രം എല്ലാം വായിക്കണം. വായിച്ചാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആയിക്കോട്ടെ, നന്നായിട്ടുണ്ട്. ഏതായാലും ഹിദയത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഹിദയത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ
91.4 out of 100.